നമുക്ക് സ്ത്രീകൾക്ക് വളരെ പാടായിട്ടുള്ള ഒരു ജോലിയാണ് ബാത്റൂം ക്ലീനിങ്. അത് ഇതുപോലെ ഈ ബാത്റൂമിന്റെ വിടവ്, ടൈലിന്റെ വിടവിൽ ഉണ്ടാകുന്ന ഇതുപോലെ കറകളും അതുപോലെ കരിമ്പം പോലുള്ള നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മളെ ബാത്റൂമിൽ കരിമ്പൻ പിടിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ബോർവെൽ ഉപയോഗിക്കുമ്പോൾ ഒരു മഞ്ഞ കറ പോലെ, അതുമല്ല ഇരുമ്പ് കറ പോലെ ചില വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാത്റൂം കളറായി മാറും അല്ലേ. അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ആസിഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളുടെ ടാങ്ക് നിറയാനും അതുപോലെ തന്നെ ബാഡ് സ്മെല്ല് ബാത്റൂമിൽ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നാച്ചുറലി നമുക്ക് ക്ലീൻ ചെയ്ത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെമഡിയാണ്, ഹോം റെമഡിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ ഡോറിലുണ്ടാവുന്ന കരിമ്പം പോലുള്ള പാടുകൾ, അതുപോലെ നമ്മളുടെ തറയിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും നമ്മൾ കുറച്ച് നാള് ബാത്റൂം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും. ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതൊരു മാസത്തേക്ക് വേണമെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറ്റും കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കി അപ്പം തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെനിഫിറ്റ്. വളരെ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, നിങ്ങൾ ബാത്റൂം വലുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഇപ്പം ഞാനിവിടെ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇതുപോലെ ചീഞ്ഞു പോയതോ ചീഞ്ഞു തുടങ്ങിയതോ, ഉണങ്ങിയത് പറ്റില്ല, ഉണങ്ങിയതെന്ന് പറയുമ്പോൾ അതിന് നീരുണ്ടാവില്ലല്ലോ, ഇതുപോലെ ഒരു നാരങ്ങ എടുക്കുക. ഈ ഒരു ബേക്കിംഗ് സോഡ എന്ന് പറയുമ്പോൾ നമ്മളുടെ കരിമ്പനൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ബാത്റൂമിൻ്റെ കരിമ്പം പോകാനും അതുപോലെ തന്നെ മഞ്ഞക്കറ പോകുവാനൊക്കെ നല്ലതാണ്. നാരങ്ങയും അതുപോലെ തന്നെയാണ്. നാരങ്ങ ഒരെണ്ണവും ഞാൻ പിരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ മഞ്ഞക്കറ, അതുപോലെ കരിമ്പൻ, അതുപോലെ ബാഡ് സ്മെല്ല് ഇതൊക്കെ പോകാനായിട്ട് നാരങ്ങ ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളെ ബാത്റൂം നല്ലൊരു സ്മെല്ലായിട്ട് വരും. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ വിംപാറാണ് കേട്ടോ. വിംപാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോപ്പ് നിങ്ങൾ എടുത്താലും മതി. നിങ്ങളെ കയ്യിൽ ഏത് സോപ്പാണോ ഉള്ളത് അതെടുത്താലും മതി. വിംപാർ കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു കാഭാഗം പോലും ഇല്ല, ഒരു എന്താണ് പറയുക, ഒരു നുള്ള് മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇതുപോലെ ഒന്ന് ചീകി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീകി ഇടുന്നത് നല്ലതുപോലെ മിക്സായി കിട്ടുവാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു ഉപയോഗിക്കാം. ഞാനിവിടെ കംഫോർട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഷാമ്പു തന്നെ ഉപയോഗിക്കാം. ഇത് അങ്ങനെ അങ്ങോട്ട് കറയില്ലാത്തതുകൊണ്ടാണ് കംഫോർട്ട് ഉപയോഗിക്കുന്നത്. നല്ലൊരു സ്മെല്ലായിരിക്കും. അത് നമുക്ക് ഒരാഴ്ചത്തോളം ആ ഒരു നല്ലൊരു ബാത്റൂമിൽ നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് ഈ കംഫോർട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് പറ്റും കേട്ടോ. അതിനുശേഷം നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏതൊരു കറയും, ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ നാരങ്ങയും വിനാഗിരിയും കൂടി ആകുമ്പോൾ എത്ര സ്ട്രോങ് ആയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഇതുപോലെ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഓട്ട ഉള്ള കുപ്പികൾ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു പെപ്സിയുടെ കോളയുടെ കുപ്പിയിൽ ഒരു ഓട്ട ഇട്ട് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ വെള്ളമൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബോട്ടിലാക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്യാം. പക്ഷേ അപ്പോൾ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് ഇതിന് എഫക്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഇതുപോലെ ഷാമ്പൂൻ്റെ കുപ്പിയാണെങ്കിലും മതി കേട്ടോ. അതിന് ശേഷം ആദ്യം നമ്മൾ ബാത്റൂം നല്ലതുപോലെ നനച്ച് കൊടുക്കണം. ഇത് എടുക്കുമ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത് ബാത്റൂമിൽ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒരു സ്ക്രബ്ബറിൽ ഇതുപോലെ ഈ ഒരു സ്ക്രബ്ബർ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് കൈവേദന ഒന്നും എടുക്കില്ല കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ടില്ലേ, കരിമ്പൻ്റെ ആ ഒരു പാട്, ഇരുമ്പ് പോലത്തെ കറകളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കുറേ നേരം ഇട്ടൊന്നും ഉരച്ചൊന്നും കഴുകണ്ട. ഇതൊന്നും ഒഴിച്ച് ഇതുപോലെ ഒന്ന് നമ്മൾ തേച്ച് വെച്ച് ഒരു 2
2-3 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം. കണ്ടില്ലേ, കരിമ്പനാണ്. അത് വളരെ എളുപ്പത്തിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ ക്ലീൻ ആയി കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പിന്നെ അവിടെ ഒരു കറ പിടിക്കുകയൊന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ഡോറിൽ ഉണ്ടാകുന്ന കരിമ്പൻ പാടുകളും സോപ്പിൻ്റെ പതൻ്റെ പാടുകളും എല്ലാം മാറിക്കിട്ടാനായിട്ട് ഇത് നല്ലതാണ്. ഇതുപോലുള്ള ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ കരിമ്പം പോലെ ഒരു പാടുകളൊക്കെ ഉണ്ടാവൂലേ, അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് ഈ ഒരു ലിക്വിഡ് മാത്രം മതി. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് തേച്ചൊരു 2 മിനിറ്റ് വെക്കുക, എന്നിട്ട് മാത്രം കഴുകി കളയാവുള്ളൂ. നമ്മൾ ആദ്യം ഒന്ന് തേച്ച് വെച്ച് കൊടുക്കണം. അതിന് ശേഷം കണ്ടില്ല, അതൊക്കെ നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മളൊരു ക്ലോസറ്റിലും ഈ ഒരു ലിക്വിഡ് തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്ക്രബ്ബർ ഉപയോഗിക്കരുത്. സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് നമ്മൾ ഇതുപോലെ കഴുകാവുള്ളൂ. സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സ്ക്രാച്ച് വീഴും, പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു പുതുമ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് മാത്രം നിങ്ങൾ ഇതൊന്ന് കഴുകിയെടുക്കാവുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ച കുറച്ച് ഞങ്ങൾ ഇതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ ഇഞ്ച കൊണ്ട് കഴുകുമ്പോൾ നല്ല വെള്ളത്തിലിട്ട് സോഫ്റ്റ് ആക്കിയ ഇഞ്ചയാണ് കേട്ടോ, മരം പോലെ ഇരിക്കുന്ന ഇഞ്ചയല്ല. അപ്പോൾ അത് നല്ലതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് തന്നെയാണ് ആ ബാത്റൂം ക്ലോസറ്റും കഴുകിയേക്കുന്നത്. അതുപോലെ ഈ ഓവിൻ്റെ ഭാഗത്ത് ഇപ്പം നമ്മൾ ഡൈയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെയും നല്ല രീതിയിൽ കറയുണ്ടാവും. ആ കറകളൊക്കെ പോകാനും ഈ ഒരു ലിക്വിഡ് മാത്രം മതി. കണ്ടില്ലേ, നല്ലതുപോലെ തന്നെ തേച്ച് ഉരച്ച് കഴുകുമ്പോൾ തന്നെ ആ ഒരു കറ ഇളകി വരുന്നത്, നമ്മൾ ഹെയർ ഡൈ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ കറ പോകേയില്ല നമ്മൾ എത്ര കഴുകിയാലും. പക്ഷേ ഇതൊന്ന് നോക്കിക്കേ, നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തന്നെ ആ ഒരു കറ പോലും, ഹെയർ ഡൈയുടെ കളറ് പോലും ഈ ടൈലിൽ നിന്ന് നല്ല പോലെ തന്നെ പോകുന്നുണ്ട്. അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു ലിക്വിഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം, മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം. നമുക്ക് കൈ ഉരച്ച് ബുദ്ധിമുട്ടി വേദനകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ക്ലോസറ്റ് കഴുകുമ്പോൾ നമ്മൾ ബ്രഷൊക്കെ ഇട്ട് കഴുകാനായിട്ട് എല്ലാവർക്കും മടിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ടിഷ്യൂ എടുക്കുക. ടിഷ്യൂ എടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു ലിക്വിഡില്ലേ, ആ ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ ചെയ്തിട്ട് രാവിലെ ഫ്ലഷ് അടിച്ച് കളഞ്ഞാലും മതി. ഇതുപോലെ ഇട്ടിട്ട് അപ്പോൾ നമുക്ക് ബ്രഷ് ഇട്ട് ഉള്ളിൽ കഴുകി പിന്നെ ആ ബ്രഷ് നമ്മൾ കഴുകിയെടുക്കുക ഒന്നും വേണ്ട. ഇതുപോലെ ഇട്ട് കൊടുത്ത് ആ ഒരു ലിക്വിഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് വെട്ടിത്തിളങ്ങും, നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങളിത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് പോലും ബാത്റൂം കഴുകാനായിട്ട് പറ്റുമെന്ന് വെച്ചാൽ അത്രയും നല്ല രീതിയിൽ ക്ലീനായി കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ കിച്ചൺ സിങ്ക് എല്ലാം ഈ ഒരു ലിക്വിഡ് കൊണ്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. മീൻ്റെ ഉളുമ്പ് മണം അല്ലെങ്കിൽ നമ്മൾ കുറച്ച് അധികം ഉപയോഗിച്ചൊക്കെ കഴിയുമ്പം ആ ഒരു പുതുമയൊക്കെ നഷ്ടപ്പെട്ടില്ലേ, അതൊക്കെ മാറിക്കിട്ടുവാനായിട്ട് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ലിക്വിഡ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തേച്ച് നല്ലതുപോലെ പിടിപ്പിച്ച് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ ആ പുതുമ വീണ്ടും വരും നമ്മളുടെ ആ സിങ്കിൻ്റെ കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.